ഏകദേശം 5-6 മാസം മുമ്പ് തന്നെ ഞാനൊരു വീഡിയോയിൽ 2-3 വീഡിയോയിൽ അടുപ്പിച്ച് പറയുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, അതായത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ പാകിസ്ഥാനെ പോലെ നമുക്കൊരു പൊട്ടൻഷ്യൽ ത്രെട്ട് ആവുകയാണ് ബംഗ്ലാദേശ്. അതിനുള്ള മാറ്റങ്ങൾ, ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, അവർ മാറി. അപ്പം അവർ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, റാഡിക്കൽ ഇസ്ലാം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കെതിരെ കോപ്പ് കൂട്ടാൻ വളക്കൂറുള്ള മണ്ണാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് 1971 ബംഗ്ലാദേശ് അല്ല. അതിനുശേഷം ബംഗ്ലാദേശ് ഒത്തിരി മാറി. ഇന്ത്യയാണ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കുന്നത്. എനിക്ക് ഓർമ്മയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന്. അതായത് ഇന്ത്യ ബംഗ്ലാദേശിനെ ഉണ്ടാക്കിയ ശേഷം ഇന്ത്യയിലെ സ്റ്റാമ്പുകൾ വരെ, അതിൻ്റെ അകത്ത് വരെ ബംഗ്ലാദേശ് സ്റ്റാമ്പുകൾ ഉണ്ടായിരുന്നു. കാരണം ആ രാജ്യത്തിന് പണം കൊടുക്കാൻ ഇന്ത്യയിൽ പണമൊന്നുമില്ല. അതേപോലെ സിനിമ കാണാൻ പോകുന്ന ടിക്കറ്റിനകത്ത് ഇത്ര പൈസ ഇന്ത്യയിൽ, അത് ബംഗ്ലാദേശ് ഫണ്ടായിരുന്നു. ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത രാജ്യം. പക്ഷേ ഇന്നുള്ള ഒരൊറ്റ ഒരാൾക്കാർക്കും മനസ്സിലായില്ല ഈ ബംഗ്ലാദേശ് ഇങ്ങനെ തിരിയുമെന്ന്. അതാണ് ഞാൻ പറഞ്ഞ, ഞാൻ പോലും ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല ബംഗ്ലാദേശും ഇന്ത്യനും ഇത്ര മോശമായ ബന്ധം ഉണ്ടാകും. ഏറ്റവും മോശമായ ബന്ധത്തിലോട്ട് പോയി. പാകിസ്ഥാൻ പറഞ്ഞ 100% അവർ നടത്തിയെടുത്തു. എൻ്റെ ഒരു ധാരണയുണ്ടായിരുന്നു, ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് വളരെ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്, അവരിത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് ഈ പാകിസ്ഥാൻ്റെ ഇൻ്റർവെൻഷൻ മാറ്റിയെടുക്കും. ഒരു കുന്തവും നടന്നില്ല. അതായത് കൃത്യമായിട്ട് പറയാം, നമ്മുടെ അയൽവാസികളുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുന്നതിലും അതിൻ്റെ പ്രോഡക്റ്റ്, നല്ല ബന്ധത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ഡിപ്ലോമാറ്റ്സ് ഭൂലോക പരാജയമാണ്. അതാണ് അതിൻ്റെ കാര്യം. അവസാനം റഷ്യയെ കൊണ്ട് ഇന്ന് പറയിപ്പിച്ചു, റഷ്യയുടെ ബംഗ്ലാദേശി അംബാസഡറെ കൊണ്ട് പറയിപ്പിച്ചു, ബംഗ്ലാദേശ് ഇന്ത്യ രമ്യമായിട്ട് പരിഹരിക്കണം, മാറയാണ് കോളയാണെന്ന്. അമേരിക്ക സൈലന്റ്, ചൈന സൈലന്റ്, അറേബ്യൻ രാജ്യങ്ങൾ സൈലന്റ്, ആരും മിണ്ടുന്നില്ല. മനസ്സിലാക്കും, നമ്മുടെ റിലേഷൻഷിപ്പ് ഏറ്റവും മോശമായ ബംഗ്ലാദേശുമായിട്ട്. ഇവിടെ ഇന്നലെ കൽക്കട്ടയിൽ നടന്ന്, ഇന്ന് ഡൽഹിയിൽ നടന്ന്, ഇന്ത്യയുടെ പല നഗരങ്ങളിലും BSPയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുമ്പിലും, അതേപോലെ കൽക്കട്ടയിലെ കോൺസുലേറ്റിന് മുമ്പിലും വലിയ പ്രകടനം നടന്ന്, ചെറിയ ലാത്തി ചാർജ് നടന്നു. അപ്പോൾ അവരൊക്കെ ഡിമാൻഡ് ചെയ്യുന്നത് ബംഗ്ലാദേശിൽ കൊണ്ട് ബോംബിടാൻ, ബംഗ്ലാദേശിനെ പിടിച്ച് 4 മാറ്റുക, 2 മാറ്റുക. ഇതാണ് ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെയും നമ്മുടെ ജനങ്ങളുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. ബോധമില്ലാത്തവരുടെ എണ്ണം ഏറ്റവും കൂടുതൽ. അതാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. ബോധമില്ല പല ആൾക്കും. എല്ലാവർക്കും ആവേശമാണ്. വാർ എന്താണ്, ബോംബ് എന്താണ്, കോൺഫ്ലിക്റ്റ് എന്താണ്, ഇതൊരിടത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താണ്, ഇതിനെപ്പറ്റി ഒരു പുല്ലും അറിയത്തില്ല. ഇപ്പോൾ ബംഗ്ലാദേശിൽ ബോംബിടാനാണ് സോഷ്യൽ മീഡിയയിലും സംഘപരിവാറിൻ്റെ, അതായത് പ്രത്യേകിച്ച് BSP ഹാർഡ് കോർ ആയിട്ടുള്ള ബജറാംഗുള്ള അവരുടെ ആവശ്യം. ശ്രദ്ധിക്കുക, BJP അതായത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ആ പാർട്ടിയുടെ നേതാക്കൾ പൂർണ്ണമായിട്ട് നിശബ്ദം, മിണ്ടുന്നില്ല. എന്താ മിണ്ടാത്തത്? കാരണം അവർക്കറിയാം കയ്യിൽ നിന്ന് ഗെയിം പോവുക. എന്താണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യക്കാരെ ഇത്രമാത്രം ആക്രമിച്ചിട്ടല്ലാതെ? ഇന്നലെ രാത്രിയിൽ ഏകദേശം 1500-2000 ഇന്ത്യൻ വീടുകളാണ് അവിടെ ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമിലുള്ള ആൾക്കാർ കയറി അറ്റാക്ക് ചെയ്തത്. അവിടെയുള്ള ഇന്ത്യക്കാരധികം വീട് വിട്ടു വീഴ്ച പോയേക്കുക. എങ്ങനെ ജീവിക്കും? ഹിന്ദുക്കളാണ്. എങ്ങനെ ജീവിക്കും? എങ്ങനെ പോകും? കാരണം അവിടെ പോലീസിനെ കൊണ്ട് പരിമിതി ഉണ്ടെല്ലാം കൺട്രോൾ ചെയ്യാൻ. അതേ ഉള്ളൂ ആ രാജ്യത്ത്.
അപ്പോൾ പറയുന്നത് അവിടെയുള്ള ഹിന്ദുക്കളെല്ലാം ഇന്ത്യയിൽ തിരിച്ചു വരണം, ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ അങ്ങോട്ട് പറഞ്ഞു വിടണം. പറയാൻ എന്ത് എളുപ്പമാണ്. അതെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യൻ മീഡിയ ചാനലുണ്ട്. എല്ലാം വളരെ എളുപ്പമാണ്. ഇതൊക്കെ ഇന്ന് കിടക്കുന്നു, രാവിലെ എല്ലാ സംഭവം അന്ന് പറയുന്ന നാളെ എല്ലാം കഴിഞ്ഞു. അതിൻ്റെ എഫക്ട്സ് ഇമ്പാക്റ്റും എന്തുവാണെന്നുള്ള കാര്യം ഇങ്ങനെ ഒരു സംഭവം 100% നടക്കത്തില്ല. 100 അല്ല, 1000% നടക്കത്തില്ല. നടക്കാത്ത കാര്യങ്ങളെ പറ്റിയാണ് അധികവും പറയുന്നത്. എന്നിട്ട് ആവേശം കയറ്റുക, ബഹളം ഉണ്ടാക്കുക. ആദ്യം മനസ്സിലാക്കേണ്ട, ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ജനാധിപത്യത്തോടു കൂടി എലക്റ്റഡായ ഗവൺമെന്റിനെ അവിടെ റയറ്റ് നടന്നി അവരെ പുറത്താക്കി. ഇപ്പോൾ അവിടെ കൺട്രോൾ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്കല്ല, അവിടെ ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമിന് പ്രാതിനിധ്യമുള്ള, അവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഡിഫാക്റ്റോ കെയർ ടേക്കർ മന്ത്രിസഭയാണ് അവിടെ ഭരിക്കുന്നത്. അവർക്ക് ഒത്തിരി പരിമിതികളുണ്ട്. ഇന്ത്യ പോലൊരു രാജ്യമല്ല. നമ്മുടെ ഇപ്പോൾ തമിഴ്നാട് എടുക്കുക, മഹാരാഷ്ട്ര എടുക്കുക, അതേപോലൊരു സ്റ്റേറ്റും അല്ല. അവർക്ക് അതിൻ്റെതായ ഒത്തിരി പരിമിതികളുണ്ട്. ആ രാജ്യത്തിന് ചെയ്യാൻ പറ്റുന്നത്, ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിന് ഒത്തിരി പരിമിതികളുണ്ട്. അപ്പം അങ്ങനെയുള്ള രാജ്യത്താണ് ഈ സംഭവിക്കുന്ന ആൻറ്റി ഇന്ത്യ സംഭവം. അപ്പുറത്ത് ആൻറ്റി ബംഗ്ലാദേശ്, ആൻറ്റി ഇന്ത്യ ഇപ്പുറത്ത്. ഞാൻ ഇന്ത്യക്കാരെ കുറ്റപ്പെടുത്തി പറയുമല്ല. അതായത് മെച്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇന്ത്യക്കാർക്ക് പൊതുവെ വളരെ കുറവാണ്. വലിയൊരു ശതമാനം, എല്ലാവരുടെയും കാര്യമല്ല. ഒരാളെ ആൾക്കൂട്ടക്കൊലയിലും കൊല്ലുന്നു. അവിടെ പോലീസ് അന്വേഷണം നടത്തും. ഒരു പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സമയത്ത് അറസ്റ്റ് ചെയ്യാൻ വലിയ പാടാണ്. അപ്പോൾ അവിടെ അൺഐഡൻറ്റിഫൈഡ് ആണെന്ന് പറയുന്നു, അത് വേറൊരാളെ കൊല്ലുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സോഷ്യൽ മീഡിയ അവരെ കൊന്നത് ഇന്ത്യക്കാരാണ്, അജ്ഞാതനാണ്. അത് മുഴുവനും അവിടെ സോഷ്യൽ മീഡിയ ഗ്ലോബലൈസ്ഡ് ആണ്. അതവിടെ നോക്കുകയാണ് അവർ തിരിച്ച്. അത് ഓരോന്നും കാണുമ്പോഴത്തേക്ക് അവിടെയുള്ള ഇന്ത്യക്കാരെ അടിക്കുന്നു. ഇന്ത്യ അവരുടെ വിസ സസ്പെൻഡ് ചെയ്തു ചിറ്റഗോങ്ങിലുള്ള നമ്മുടെ കോൺസുലേറ്റിൽ. തിരിച്ച് ബംഗ്ലാദേശും വിസ ഓപ്പറേഷൻ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നില്ല. ടിറ്റ് ഫോർ ടാറ്റ്. ആലോചിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ബന്ധം ഏറ്റവും വഷളായി, രൂക്ഷമായ രീതിയിലായി, തിളയ്ക്കുന്ന രീതിയിലായി. അഡ്മിനിസ്ട്രേഷനേക്കാളുപരി രണ്ടു കൂട്ടം അവിടെ ജനങ്ങളാണ്. പാകിസ്ഥാന്റെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ട് സക്സസ് ആയി. ചൈന സൈഡിൽ ഇരുന്ന് കൈയടിക്കുന്നു, നേപ്പാൾ കൈയടിക്കുന്നു. ആരാ ഹാൻഡിക്യാപ്ഡ്? ഇന്ത്യയും ബംഗ്ലാദേശും. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം, വലിയ ഗ്രോത്തുള്ള രാജ്യം, എക്കണോമിക് ഗ്രോത്തുള്ള രാജ്യം, ഇതേപോലെ കൂതറ കേസുകളുമായി പോയി. ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇവിടെ സംഘപരിവാർ ചില മുസ്ലിങ്ങളെ അടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനികളെ അടിക്കുന്നു. ഇതൊക്കെ ഇവരുടെ ധാരണ. ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. നിങ്ങൾ മനസ്സിലാക്കി, ഇവിടെ എത്ര മുസ്ലിങ്ങളെ നിങ്ങൾ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ, മറ്റുള്ള പല രാജ്യങ്ങളിലുള്ള ഹിന്ദുക്കളുണ്ട്, അവർക്കെങ്ങനെ പിന്നെ സ്വസ്ഥത കിട്ടുന്നത്? അതാ പറഞ്ഞ, ആ ബോധം പോലും ഇല്ലാത്തവരാണ് വലിയൊരു വിഭാഗം ഇന്ത്യക്കാരും. ബോംബ് ചെയ്യുക, റഫേലെ വിട്ട് ഢാക്കയിൽ ബോംബ് ചെയ്യുക, അവിടെ ബോംബ് ചെയ്യുക, ബംഗ്ലാദേശ് രണ്ടാക്കി. ഇവിടെയുള്ള തേർഡ് റേറ്റഡ് മലയാളം യൂട്യൂബ് ചാനലൊക്കെ പറഞ്ഞില്ല, ബംഗ്ലാദേശിനെ ഇപ്പോൾ രണ്ടാക്കാൻ അജിത് ഡോവൽ പോകുന്നു, 3 ആക്കാൻ പോകുന്നു, അവിടെ പ്രശ്നമുണ്ടാക്കാൻ പോകുന്നു. കാരണം അവനും അത്രേ ഉള്ളൂ ബോധം. ഇന്ത്യക്ക് പാകിസ്ഥാനെ ചെയ്യാൻ പറ്റും, ബലൂച്ചുമായിട്ട് അഫ്ഗാൻ ആ ബോർഡറിൽ. ഇന്ത്യയും ബംഗ്ലാദേശ് ബോർഡറിനെ പറ്റി നിങ്ങൾക്ക് ശരിക്കും അറിയൂ? എത്ര പേർ പറയുന്നത് എനിക്കറിയത്തില്ല. ഇന്ത്യൻ ബംഗ്ലാദേശ് ബോർഡർ എന്ന് പറയുന്നത്, ഇന്ത്യൻ ബോർഡറിലും ഏറ്റവും കൂടുതലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, ബംഗ്ലാദേശികളാണ് താമസിക്കുന്നത്. ഡോമിനേറ്റഡ് ആണ്. മുർഷിദാബാദ് എന്താ മോശമാകും. അവിടെ ഇന്ത്യൻ പോലീസിനും കൽക്കട്ട വെസ്റ്റ് ബംഗാൾ പോലീസിന് അതിൻ്റെ കയറാൻ പറ്റൂ. 2 ദിവസം മുമ്പ്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച, മുർഷിദാബാദിൽ ബാബറി മസ്ജിദ് അവിടെ
ഉണ്ടാക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കുറെ പൊളിറ്റിക്കൽ പാർട്ടി അനൗൺസ് ചെയ്യുന്നു. 4 ലക്ഷം പേരാ പങ്കെടുത്തത്. മമതയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതേ ബോർഡറാണ് ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും. പാകിസ്ഥാൻ ബോർഡർ വ്യത്യാസം. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഈ കാശ്മീരിന്റെ ആ സംഭവം കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം ഹിന്ദുക്കളാണ്. കാരണം ഇവിടെ അതും നടക്കത്തില്ല. കൂടുതലും മുസ്ലിംസാണ്. കാരണം അധികം ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിംസാണ്. അത് കഴിഞ്ഞ് അടുത്തത് ഇവിടുത്തെ യൂട്യൂബ് ചാനലുകാരും ചില സാറ്റലൈറ്റ് മീഡിയ ഒക്കെ അടിച്ചു വിട്ടു. അജിത് ഡോവല് മ്യാൻമാറിൽ കയറി ഇവരെ 3 ആക്കുന്നു. മനസ്സിലാക്കുക, മ്യാൻമാർ എന്ന് പറയുന്നത് ചൈനീസ് ആർമിയുടെ കൺട്രോളിലാണ്. അല്ലാതെ പെട്ടെന്ന് സിമ്പിളായിട്ട് നടക്കുന്ന കാര്യമൊന്നുമില്ല. രാവിലെ എണ്ണിച്ച് വൈകുന്നേരം കഴിഞ്ഞു. ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒത്തിരി സമയം വേണം. പെട്ടെന്ന് ചാടിക്കേറിയുള്ള സംഭവമൊന്നുമില്ല. ഇന്ത്യയും ബംഗ്ലാദേശും അങ്ങനെയുള്ള ബന്ധമല്ലായിരുന്നു. നല്ല ബന്ധമായിരുന്നു. അതെല്ലാം താറുമാറായി. പിന്നെ തിരിച്ചു വരുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. കാരണം 2026 ഫെബ്രുവരിയിൽ അവിടെ ഇലക്ഷന്. ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പ്, അവാമി ലീഗ് മത്സരിക്കുന്നില്ല. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ്. അതിൻ്റെ വലിയൊരു വിഭാഗം നേതാക്കൾ ഇന്ത്യയിലോട്ട് കടന്നു. ആ രാഷ്ട്രീയ പാർട്ടി അവിടെ ഇല്ല. പിന്നെ BNP ഖാലിദാസെ അവന് അസുഖമായിട്ട് കിടക്കും. അതിൻ്റെ പോലും പൊളിറ്റിക്കൽ ലീഡേഴ്സ് പരസ്യമായിട്ട് എവിടെയും വരുന്നില്ല. അവരെ കണ്ടാൽ പോലും അവിടെയുള്ള ജനറേഷൻ അവരെ ഓടിക്കുക. അൺസർട്ടനിറ്റിയാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമാണ് അവിടെ അധികാരത്തിൽ വരുന്നത്. വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമായി. ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ പോയി. ഇന്ത്യ ബംഗ്ലാദേശാണ് അടുത്ത ഇഷ്യൂ. മോസ്റ്റ് സെൻസിറ്റീവ് ഇഷ്യൂ. ഇനി ഈ ബോർഡറിൽ SIR നടത്താൻ പറ്റുമോ ആലോചിച്ചിട്ടുണ്ട്? ഇനിയും ഇന്ത്യ ബംഗ്ലാദേശ് വെസ്റ്റ് ബംഗാളുമായിട്ട് കിടക്കുന്ന ബോർഡറിൽ SIR നടത്താൻ പറ്റുമോ? അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ കാണുന്നതൊക്കെ. ഇപ്പം ഞാനീ പറയുന്നത് ഇന്ത്യ മോശമായിട്ടല്ല. നമ്മളുടെ പല ഡിപ്ലോമസിയും താറുമാറായി, തകർന്നുപോയി. നേപ്പാൾ തന്നെ ഒരു പാലം അങ്ങ് തീർത്ത് ഇന്ത്യക്കാരെങ്ങോട്ട് വരണ്ട. പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധമാണ്. ബംഗ്ലാദേശുമായിട്ട് അതിനേക്കാളും വലിയ ബന്ധമായി മാറി. ഇപ്പം എന്ത് കുന്തൻ ഡിപ്ലോമസിയാണ് നമ്മുടെ അയൽവാസികളുമായിട്ട് നടത്തിയത് അറിയത്തില്ല. എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട്? അതായത് ഗവൺമെൻറ് മിണ്ടുന്നില്ല. ഇത്രമാത്രം ഹിന്ദുക്കളെ അവിടുന്ന് ഢാക്കയിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ ഓടിയേക്കുവോ ആണ്. ഈ ലിഞ്ചിങ് എന്നൊക്കെ പറഞ്ഞ സംഭവം അത് അവർ തന്നെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ്. അപ്പോൾ ഒരു സാധാരണ മാനുഷികമായിട്ടുള്ള ഒരു പേടിയുണ്ട്. അതെല്ലാം കേട്ടിട്ട് ഡൽഹി ഹൈക്കമ്മീഷന് മുമ്പിൽ പ്രകടനം നടത്തുന്ന ഹിന്ദു സന്യാസിമാരും ഇപ്പം പോയി പോകുമ്പോൾ താമസിക്കുക ഇപ്പോൾ കിടക. ഇതും അതേപോലെ അവിടെ കിട്ടുക. കേരളത്തിലുണ്ടായിരുന്ന സംഭവം, അതായത് ബംഗാളിയാന്ന് തെറ്റിദ്ധരിച്ച ഒരു ഇന്ത്യക്കാരനെ കൊന്ന സംഭവം പോലും ബംഗ്ലാദേശി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സംഭവം. അതായത് ഇന്ത്യക്കാർക്ക് ഇനി ബംഗ്ലാദേശുമായിട്ട് വലിയ ബന്ധം ഉണ്ടാകത്തില്ല. ഏകദേശം 3-3.5 കോടി ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ട്. ഇതൊക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് ഒരു പട്ടാളക്കാരെ ഇപ്പം വെടിവെക്ക്, അത്ര ബോധമേ ഉള്ളൂ നമുക്ക്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ഈ സംഭവം എന്നുള്ളത്. ബംഗ്ലാദേശിന് പട്ടാളമുണ്ട്. അവർക്ക് ഏകദേശം 2,50,000 ആക്റ്റീവ് മിലിറ്ററി ഫോഴ്സ് ഉണ്ട്. അവിടുത്തെ മിലിറ്ററി ഫോഴ്സിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി ഒരു ഫോറിൻ രാജ്യങ്ങൾ UN പീസ് കീപ്പിംഗ് ഫോഴ്സും പരിപാടികളുമായിട്ട് പോകുന്ന ആക്റ്റീവാണ് അവർ. കാരണം ഇഷ്ടംപോലെ പണം കിട്ടും, ഡോളറിലാണ് പണം കിട്ടുന്നത്. അവർ ആക്റ്റീവാണ്. അവർക്ക് ഏകദേശം 53 ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉണ്ട്, 10-200 ടാങ്കുകളുണ്ട്. ചൈനീസ്, ഇതൊക്കെ ചൈനീസ് സാധനമാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൻ്റെ ഫൈറ്റർ മാത്രമാണ് MiG-29 ഉള്ളത്. ബാക്കിയെല്ലാം ചൈനീസ്. ചെങ്കുടു കിങ്കുടു എന്നൊക്കെ പറഞ്ഞ് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. അവരുടെ 400 കിലോമീറ്റർ പോകുന്ന മിസൈൽസ് ഉണ്ട്.
അങ്ങോട്ട് ചൊറിയാൻ പോകുമ്പോൾ അവൻ്റെ കയ്യിൽ മാങ്ങയിരിക്കുമൊന്നുമല്ല. ഇതാണ് ഈ പൊട്ടത്തരവും വിഡ്ഢിത്തരവും കയറി പറയുന്ന പ്രൊഫഷണൽ സൈന്യമാണ് അവര്. ഇന്ത്യയുമായിട്ടുള്ള സൈനിക ബന്ധം വലുതായിട്ടൊന്നുമില്ല. ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ചൈനയാണ്. വളരെ ചീപ്പായിട്ടാണ് കൊടുക്കുന്നത്. ഇന്ത്യ അവർക്ക് കൊടുക്കുന്ന ബോർഡർ സെക്യൂരിറ്റി എക്യുപ്മെന്റ്സ്, അതായത് ബോർഡറിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റഡാറും പിന്നെ വെഹിക്കിൾസ്, അതാ കൊടുക്കുന്നത്. അല്ലാതെ ഈ പൊട്ടന്മാർ പറയുന്ന പോലെ അങ്ങ് വിളിച്ചു കൂവരുത്. അതിനെ 2 ആക്കാനോ 3 ആക്കാനോ ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കത്തുമില്ല. കാരണം അവരൊരു മതത്തിൻ്റെ പേരിൽ ഉണ്ടായേക്കുവാണ്. അപ്പം ആ മതവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് പാകിസ്ഥാൻ കയറി സക്സസ്ഫുള്ളി ഓപ്പറേഷൻ നടത്തി ഇന്ത്യക്കെതിരെ തിരിച്ചേക്കുന്നത്. പിന്നെ ആരൊക്കെയും യൂട്യൂബ് പറയുന്നത് ഇന്ത്യയാണ് അത് കൊടുക്കുന്നത് ഇത് കൊടുക്കുന്നത്. പ്രിയ സുഹൃത്തെ, ഇന്ത്യ കൊടുത്താൽ അവർ പണവും തരുന്നുണ്ട്. ഇത് ഫ്രീ ഒന്നും അല്ല. അഡാനിയാണ് ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ടിരുന്നത്. അയാൾക്ക് പേയ്മെന്റ് ബില്ല് കൊടുക്കാനുണ്ട്. ഫ്രീ അല്ല ഇതൊന്നും. അവിടുന്ന് ഇന്ത്യയിലോട്ട് സാധനം വരുന്നുണ്ട്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ അങ്ങോട്ട് ട്രെയിൻ നടത്തുന്നത്. അല്ലാതെ ഇതൊന്നും ഫ്രീ ഒന്നും അല്ല ലോകത്തും. അത് അന്നത്തെ ചില കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രീ ആയിട്ട് നടത്തും. ഡിപ്പെൻഡബിൾ ഒന്നും അല്ല അവർ പൂർണ്ണമായിട്ടൊന്നും, ചുമ്മാ പറയുന്നതാണ്. അവർക്ക് പല രീതിയിലുള്ള സഹായം പല രാജ്യങ്ങളിൽ നിന്ന് നേരത്തെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അവിടെ മുഴുവൻ ആൻറ്റി ഇന്ത്യയാണ്. ഇന്ത്യയുടെ എയർ സർവീസും മറ്റുള്ള സംഭവവും ഈ ബസ് സർവീസ് വരെ ലോക്കായി പോവും. അങ്ങോട്ട് പോവുക കാര്യങ്ങൾ. അതായത് മനസ്സിലാക്കുക, ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം പഴയ പോലെ തിരിച്ചു വരത്തില്ല. ഇന്ത്യയാണ് നിർമ്മിച്ചു കൊടുത്തത്, ഇന്ത്യയാണ് അത് ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ ഒരു കാര്യം ഇന്ത്യക്ക് ടെൻഷനായിരിക്കും, ഭയങ്കര ടെൻഷനായിരിക്കും. പല കാര്യങ്ങളുണ്ട്. ചിക്കൻ നെക്ക്, ബോർഡർ, അവരും അവരുടെ സോഷ്യൽ മീഡിയയിലും പറയാൻ തുടങ്ങി. അവരും അജ്ഞാതരെ പറഞ്ഞു വിടും ഇന്ത്യയിലോട്ട്. ഞാൻ ബംഗ്ലാദേശ് സോഷ്യൽ മീഡിയ കണ്ടിട്ടാണ് പറയുന്നത്. മറ്റൊരു ഭാഗത്തുണ്ട്, ഇന്ത്യയുടെ പാകിസ്ഥാൻ ഭാഗത്ത് നിങ്ങൾക്ക് അറിയാം, എനിക്കറിയത്തില്ല. ഏകദേശം ഇന്ത്യൻ BSF ആണ് കോട്ട് ചെയ്ത് പറയുന്നത്. ഏകദേശം 2000-3000 പാകിസ്ഥാൻ തീവ്രവാദികൾ ട്രെയിനിങ് നടക്കുവാണ്, മറ്റേ കാർഗിൽ പോലെ ഒരു സംഭവം ഓപ്പറേറ്റ് ചെയ്യാൻ. 2 ഭാഗത്തായിട്ട്. ഞാൻ പറഞ്ഞത് ഈ വാർ എന്ന് പറയുന്നത്, ഈ 1ാം വേൾഡ് വാർ, 2nd വേൾഡ് വാറൊക്കെ ചെയ്തിട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അത് നാശമായിപ്പോയി. അതിനുശേഷം അവർ തന്നെയാണ് ഈ സംഭവം എല്ലാം വെട്ടിച്ചുരുക്കിയത്. വേണ്ട, സൈന്യമില്ലാത്ത സംഭവമായി മാറി. ഇപ്പോഴാണ് ഈ 3rd വേൾഡ് രാജ്യങ്ങൾക്ക് വാർ, കോൺഫ്ലിക്റ്റ്. ഒരു കാര്യം, വാറിൽ ആര് ജയിച്ചു തോൽക്കും? ഇന്ത്യ കൺവെൻഷനിൽ എല്ലാവരെയും തോൽപ്പിക്കും. അമേരിക്ക വരെ തോൽപ്പിക്കുന്നത് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നു. ചൈനയും തോൽപ്പിക്കും. ഇതാണ് ആൾക്കാർക്ക് കേൾക്കേണ്ടത്. പക്ഷേ ഇത് നടക്കത്തില്ലെന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ആനയാടിൻ്റെ വ്യത്യാസം. എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ ഫോണിൽ കൂടെ പറയുകയാണ്. അപ്പം ശ്രീനിവാസൻ നല്ലൊരു കഴിവുള്ളൊരു മൂവി മാപ്പ് മരിച്ചുപോയി. ഈ അക്കരെ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, 1987-ലോ 86-ലോ 87-ഓ 89 ആ സമയത്ത് റിലീസാവുന്നത്. അപ്പം അന്നത്തെ കണ്ട അമേരിക്ക നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. മോഹൻലാലും ശ്രീനിവാസനും പോയ അമേരിക്ക ടെക്സാസിലാണ് ഷൂട്ട് ചെയ്തത്. ആ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഇന്നത്തെ അമേരിക്ക നമ്മൾ വ്യത്യാസം മനസ്സിലായിക്കണം. ഞാൻ വെറുതെ പറയുന്നു. ഞാൻ അങ്ങോട്ടല്ല ടോപ്പിക്ക്. ഇപ്പം ടോപ്പിക്ക് ഞാൻ തിരിച്ച് ഇതിനകത്ത് വരട്ടെ. നമ്മൾ അയൽവാസികളുമായിട്ട് ശത്രുതയിലും യുദ്ധത്തിലും കോൺഫ്ലിക്റ്റിലും പോയി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് നഷ്ടം ഇന്ത്യക്ക്. കാരണം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മളാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഓരോന്നും മുന്നോട്ട് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ അവിടുന്ന് ഇങ്ങോട്ട് വരും. സക്സസ്ഫുള്ളായിട്ട് പാകിസ്ഥാൻ്റെ ഓപ്പറേഷൻ വിജയിച്ചു. ഇന്ത്യ ഗവൺമെൻറ് ഇത്രയും പ്രശ്നം ബംഗ്ലാദേശിലുണ്ടായിട്ടും BJP ഒരക്ഷരം മിണ്ടാത്തതിൻ്റെ കാരണം അവർക്ക് ഇതിനകത്ത് ഇടപെടാൻ താല്പര്യമില്ല. കാരണം അവർക്കറിയാം ഇത് ഫർദർ വഷളാകാതെ എങ്ങനെയെങ്കിലും സംഭവങ്ങൾ സ്പെസിഫൈ ചെയ്ത് ആമിക്കബിളി സെറ്റിൽ ചെയ്യണം. അതായത് മനസ്സിലാക്കുക,
സോഷ്യൽ മീഡിയയും പ്രതിഷേധമൊന്നുമല്ല വാറും ഡിപ്ലോമസി എന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായ രീതിയുണ്ട്. ചൈന താല്പര്യത്തോട് കൈയടിക്കുന്നു, പാകിസ്ഥാനും കൈയടിക്കുന്നു, എല്ലാം ചെയ്തിട്ട് ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് തിളക്കുകയാണ്. അത് മാറ്റാൻ ഇടയ്ക്ക് പറയാൻ വേണ്ടി ആരെയില്ല. അമേരിക്ക പൂർണ്ണമായിട്ടും നിശബ്ദമായി. ഇതാണ് ഇന്ന് ഇന്ത്യയുടെ സ്ഥിതി. എന്നിട്ട് നിങ്ങൾ വാല്യൂ ചെയ്ത് മനസ്സിലാക്കുക. ഇവിടെ സംഘപരിവാറും മറ്റുള്ളവരും ഇവിടെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുമ്പോൾ തിരിച്ച് മനസ്സിലാക്കും മറ്റുള്ള ഹിന്ദുക്കൾ താമസിക്കുന്ന ലോകത്ത് പല ഭാഗങ്ങളുമുണ്ട്. അവരെ അറ്റാക്ക് ചെയ്ത് ഇന്ത്യക്കാരനായി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതായിരിക്കണം ഇന്ത്യക്കാരൻ. അല്ലാതെ അതിൻ്റെ അകത്ത് ജാതിയും മതവും ഗ്രാപ്പും എല്ലാം കൂടെ കയറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ അസ്തിത്വം അതില്ലാതാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊരിക്കലും ഗാന്ധിജിയുടെ ഇന്ത്യ അല്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗാന്ധിജിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതായത് മഹാത്മാഗാന്ധിജിയുടെ ഇന്ത്യയാണ് ഒരു ഇന്ത്യക്കാരൻ്റെ ഇന്ത്യ. നമുക്കൊരിക്കലും ഗോഡ്സേയുടെ ഇന്ത്യ ആകാൻ പറ്റില്ല.